Hi, this is Akshita. Welcome back to Magna Vision TV's Cuisine Explore. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് വിന്താലു ആണ്. അപ്പോൾ വിന്താലു നമ്മൾ പ്രോപ്പർ കൊച്ചി സ്റ്റൈൽ വിന്താലു അല്ല. ഇത് ഒരു കല്യാണത്തിന് പോയപ്പം എനിക്ക് കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രാവശ്യം ബീഫ് മേടിച്ചപ്പോൾ അമ്മേനോട് ചോദിച്ചു ഉണ്ടാക്കി തരുമോ. അപ്പോൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അമ്മേൻ്റെയും ഒരു ചെറിയൊരു പരീക്ഷണ റെസിപ്പിയാണ് ചെറുതായിട്ട്. അപ്പോൾ അത് ഞാൻ നൈസായിട്ടൊന്ന് കട്ടെടുത്തു. അപ്പോൾ ഞാനിപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര കുറവാണ് നമുക്കിവിടെ. ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ബീഫ് മേടിക്കുമ്പോൾ നല്ല എല്ലില്ലാത്തത് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം വിന്താലു എന്ന് പറയുന്നത് നമ്മളൊരു തൊട്ട് കൂട്ടാനൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഡിഷാണ്. ഒരു അച്ചാറൊക്കെ പോലെ നമ്മൾ ഈ മുളകിട്ട മീൻകറിയൊക്കെ ഇല്ല, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഒരു ഡിഷാണ് വിന്താലു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലൊക്കെ കടിക്കുമ്പോഴത്തേക്ക് ഒരു സുഖം കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് നല്ല മീറ്റുള്ള പീസ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ ഇവിടെ ഒരു 1 kg ബീഫ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഒരു ചെറിയൊരു വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2-3 മീഡിയം സൈസ് ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്, ഹോൾ സ്പൈസ് ഉണ്ട്, ഒരു ചെറിയ 3 സവാള ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ വേറൊരു സാധനം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് കടുക് ആവശ്യമുണ്ട്. അത് ഞാൻ എന്തിനാണെന്ന് ഞാൻ പറയാം തുടങ്ങുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ ബ്ലെൻഡ് ചെയ്യാനുണ്ട് ആദ്യം. അപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാം. ഞാൻ ബ്ലെൻഡർ എടുക്കുവാണേ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹോൾ സ്പൈസസ് ഞാൻ ഇടുവാണേ. ഇതിൻ്റെ അകത്ത് ചെറിയൊരു 2-3 കഷ്ണം പട്ടയുണ്ട്, ഒരു 3 ഏലക്കായ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പു ഇടുന്നുണ്ട് ഞാൻ പെരിഞ്ജീരകം എടുക്കുവാണ്, കടുകും എടുക്കുവാണ്. പെരിഞ്ജീരകം കുറച്ച് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊരു കയ്യിൽ കുറച്ച് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുക് നമ്മൾ ഇതിൻ്റെ അകത്ത് അരച്ച് ചേർക്കാനാണ് പോകുന്നത്. നമ്മൾ കടുക് പൊട്ടിക്കുന്നൊന്നുമില്ല. ശരിക്ക് നമ്മൾ വിന്താലു ഉണ്ടാക്കുന്ന സമയത്ത് കടുകല്ല ശരിക്കും അരച്ച് ചേർക്കേണ്ടത്. ശരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് അരച്ച് ചേർക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ മുരിങ്ങ ഉണ്ടല്ലോ, മുരിങ്ങേൻ്റെ തോലാണ് നമ്മൾ ശരിക്കും അരച്ച് ചേർക്കുന്നത്. പക്ഷേ മുരിങ്ങ ഇവിടെ നമുക്ക് കിട്ടാനില്ല. ഞാൻ കുറച്ച് അന്വേഷിച്ചു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, പക്ഷേ കിട്ടിയില്ല. മുരിങ്ങയുടെ തോല് ഇവിടെ മുരിങ്ങക്കോല് കിട്ടുമായിരുന്നു, മുരിങ്ങയുടെ ഇലയുണ്ട്, പക്ഷേ മുരിങ്ങയുടെ തോല് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അത് ശരിക്കും അമ്മമ്മ പറഞ്ഞതാണ്. പണ്ട് എന്നല്ല, ശരിക്കും ഒത്തൻറ്റിക് വിന്താലു റെസിപ്പി എന്ന് പറയുന്നത് മുരിങ്ങയുടെ തോല് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം മുരിങ്ങയുടെ തോല് കിട്ടാത്തത് കൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ കടുക് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും കടുക് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുക. പിന്നെ ഈ മുരിങ്ങനെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ഛൻ മുരിങ്ങ ഇല ഇട്ടിട്ട് സൂപ്പ് ഉണ്ടാക്കി തരും. ചുമ്മാ വേറെ മുരിങ്ങയിലയും ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് തിളപ്പിച്ചിട്ട് തരും. കണ്ണിന് കാഴ്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ സ്പെക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ഐസൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് ഇത് കുടിപ്പിക്കും. കാരണം നമ്മുടെ ഐസൈറ്റ് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മുരിങ്ങയുടെ എല്ലാം, ഇപ്പം മുരിങ്ങാക്കോല ആയിക്കഴിഞ്ഞാലും ശരി, അതിൻ്റെ പൂവ് ആയിക്കഴിഞ്ഞാലും ശരി, ഇല ആയിക്കഴിഞ്ഞാലും ശരി, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സാധനമാണ് മുരിങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ട് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും, ഇപ്പോൾ എൻ്റെ തറവാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 മുരിങ്ങമരം ഉണ്ട്. അപ്പോൾ അത്രക്കും ഭയങ്കര കോമൺ ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് മുരിങ്ങ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ എന്തോ സൈക്കിളിനോ എന്തോ വീണ് മുറിഞ്ഞ് ചതവൊക്കെ പറ്റിയ സമയത്ത് മുരിങ്ങയില അരച്ച് ഉപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് വെച്ച് കെട്ടി തരുക ചെയ്തത്, ചതവ് മാറാൻ വേണ്ടി. പിന്നെ അതുപോലെ ഈ ഫീഡിങ് മദേഴ്സിനൊക്കെ മുരിങ്ങ ഭയങ്കര എന്താ പറയുക, ഇപ്പം നമുക്ക് പാലൊക്കെ നമുക്ക് കുറവാണ്,
എനിക്കല്ല, ഫീഡിങ് മദേഴ്സിന് കേട്ടോ. അപ്പോൾ ഈ ഫീഡിങ് മദേഴ്സിനൊക്കെ പാലൊക്കെ വരുന്നത് കുറവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയിട്ട് തിളപ്പിച്ച വെള്ളവും അല്ലെങ്കിൽ അങ്ങനത്തെ മുരിങ്ങ കഴിച്ചു കഴിഞ്ഞാലൊക്കെ നല്ലതാണ്. മുരിങ്ങയുടെ ഇല കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, പാല് നല്ലതുപോലെ വരും എന്നൊക്കെ പറയും. അപ്പോൾ അത്രയ്ക്കും മെഡിസിനൽ വാല്യൂ ഉള്ള സാധനമാണ്. പക്ഷേ ആ സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോൾ സ്പൈസസും നമ്മുടെ കടുകും എല്ലാം നല്ല ക്രഷായി നല്ല പൗഡറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു വെളുത്തുള്ളി, ആ ചെറിയ വെളുത്തുള്ളിയുള്ള അല്ലി മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി എന്ന് പറയുന്ന ഒരു മീഡിയം സൈസ് ഒരു 1-2 കഷ്ണം. അത് നിങ്ങൾക്ക് ഇഞ്ചിയൊക്കെ ഇഷ്ടമാണെന്നാണെങ്കിൽ കുറച്ചും കൂടി ഇഞ്ചി എടുക്കുക. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത്ര എടുത്തേക്കുന്നത്, ഈ 2 പീസാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക് ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നടുവനെ കീറിയതാണ്, അതും കൂടെ ഞാൻ ഇട്ടു. പിന്നെ കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇനി ഇത്രയും സാധനം ഇട്ടിട്ട് ഇതൊന്നും കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മുടെ മസാല ഉണ്ടല്ലോ, ആ മസാലയിൽ കിടന്നൊന്ന് മിക്സായി ഒന്ന് കിട്ടും. കണ്ടോ, നല്ല പേസ്റ്റായി വന്നു. നല്ല ഫൈൻ പേസ്റ്റ് അല്ല, പക്ഷെ നല്ല രീതിയിൽ ഒന്ന് നമുക്ക് കിട്ടേണ്ട ആ ഒരു പാകത്തിൽ നമുക്ക് നല്ല ചതഞ്ഞ് നല്ല ഇതായി കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അത് തുറന്നപ്പോഴത്തേക്ക് ആ പച്ചമുളകിന് സ്മെല്ലടിച്ചിട്ട് എനിക്ക് തൊണ്ട നല്ല സുഖമുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മസാലയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പം മസാലയായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് എന്ന് പറയുന്നത് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാനൊരു 2-2.5 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇടുവാണേ. ആ ഒരു മല്ലിയുടെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രണ്ടിൽ നിൽക്കാൻ. അപ്പോൾ അടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ബീഫ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അതാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു 1/2 ടീസ്പൂൺ അത് മതി. പിന്നെ ഞാനിവിടെ ചേർക്കാൻ വേണ്ടി പോകുന്നത്, ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടെ എടുക്കുന്നുണ്ട്. ഞാനൊരു 3 ടീസ്പൂൺ അത്ര, കാരണം നമ്മൾ 1 കിലോ ബീഫാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മസാല എടുക്കണം. അപ്പോൾ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ ഫുള്ളായിട്ട് മീറ്റ് മസാല. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി, കാരണം നമുക്ക് പിന്നീട് കറിക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഉപ്പിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ മസാല ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് അതിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം പിന്നീട് നമുക്ക് കറിക്ക് അനുസരിച്ച് നമുക്ക് ഉപ്പ് പിന്നെ ഇടാമല്ലോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊരു സാധനവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
വിന്താലുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ മസാല നമ്മൾ അരച്ചെടുക്കുന്നത് വിനെഗർ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പം യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു 4-5 ടേബിൾ സ്പൂൺ വിനെഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ, ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. നമുക്കൊരു തിക്ക് പേസ്റ്റാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു തിക്ക് പേസ്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വിനെഗർ ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യരുത്, വെള്ളത്തിന് പകരം നമ്മൾ വിനെഗറാണ് ആഡ് ചെയ്യുക. കാരണം ആ വിന്താലുവിൻ്റെ ആ ഒരു പുളിപ്പ് തരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വിനെഗറാണ്. അപ്പോൾ അതിന് വിനെഗറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 5 അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്. ഞാൻ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ വിനെഗർ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം നമുക്ക്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ചു കേട്ടോ, അതുകൊണ്ടാണ് നമ്മുടെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്കൊരു ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് വിനാഗിരി യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ വിന്താലുവിന് ആ ഒരു പുളിപ്പ് ടേസ്റ്റാണ്, ആ ഒരു പുളിപ്പാണ് മുമ്പിൽ നിൽക്കുന്നത് വിന്താലു എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് നമ്മൾ ഇപ്പം പേസ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ, ആ ഒരു പുളിപ്പ് ഫ്ലേവർ നമുക്ക് ചിലപ്പം മുമ്പിൽ നിന്നൊന്നും വരില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ വിനെഗർ തന്നെയാണ് ഞാൻ ഒഴിച്ചത്. പിന്നെ ഞാൻ ഒരു 2-3 സ്പൂൺ, ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാൻ വിനെഗർ ഞാൻ ഒഴിച്ചു ഞാൻ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ വിന്താലിന് വേണ്ട പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വന്നു. നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇത് നമ്മൾ ഇനി ബീഫിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇനി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുവാണേ. കുക്കർ എടുത്തേക്കുന്നത് കാരണം ഒരു 1 kg ബീഫ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടി ഞാൻ കുക്കർ എടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കുഴിയുള്ള കടായോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാൻ ഒന്ന് ഹീറ്റ് ചെയ്യട്ടെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കുക്കർ എടുക്കുന്നതിന്. കാരണം പെട്ടെന്നായി കിട്ടും, ഇന്ധന ലാഭം, സമയം നമുക്ക് സേവ് ചെയ്യാം. സ്പെഷ്യലി നമ്മൾ ഓട്ടത്തിലാണല്ലോ, ഡെയിലി ലൈഫ് റണ്ണിങ്, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. അപ്പോൾ നമ്മൾ എല്ലാത്തിനും എന്താ പറയുക, സമയം നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ നമ്മളെല്ലാത്തിനും നമ്മൾ പൊടിക്കൈകൾ കണ്ടുപിടിക്കും, എളുപ്പ വഴികൾ കണ്ടുപിടിക്കും. അപ്പോൾ അതുപോലെ നമുക്കിപ്പം പാനിലൊക്കെ കടായിലൊക്കെ ഇട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നും ഇല്ലയെന്നാണെങ്കിൽ പ്രഷർ കുക്കർ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇതിനകത്തേക്ക് ബീഫ് ഇട്ട് കുക്കറിലിട്ട് നമ്മൾ 2 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബീഫിൻ്റെ ആ ഒരു പാകം അത് നമുക്ക് കിട്ടും. അപ്പോൾ പാൻ ചൂടായി, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ സവാള ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ചെറിയ സവാള ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള ഇട്ടു. സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിടുവാണേ, ഒന്ന് വേഗം സവാള വഴന്ന് കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ബിന്ദാലു കഴിച്ചത് എന്ന് പറയുന്നത് ഒരു കല്യാണത്തിന് പോയപ്പോഴാണ്. നല്ല അതിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് വായിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുവാണേ. നല്ല മട്ടയരി ചോറും ഈ ബിന്ദാലും നല്ല മാങ്ങാക്കറിയും ഇതൊക്കെ ആയിരുന്നു. പിന്നെ ക്യാബേജ് തോരനും
ഇതൊക്കെയായിരുന്നു അന്ന് അതിനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ സവാള കണ്ടോ ആ ഒരു കാരമലൈസിങ് സ്റ്റേറ്റിലേക്ക് മാറാനായിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രിസ്പി ഇതായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇത് കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ പാകം. ഞാൻ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ. ആ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ആ വിനെഗറിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായി സോട്ട് ചെയ്ത് നമ്മുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ. ഞാൻ അതിനകത്ത് ബാക്കി മസാല വെറുതെ കളയണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ ടെമ്പറേച്ചർ കൂട്ടി വെക്കുകയാണ് കേട്ടോ. നേരത്തെ ഞാൻ ആ മസാല ഇടുന്നത് കൊണ്ടാണ് ഞാൻ ടെമ്പറേച്ചർ കുറച്ച് വെച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ സവാള ഫ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ ടെമ്പറേച്ചർ നമ്മുടെ ഒരു ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ചേക്കുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിയുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആ പേസ്റ്റ് നമ്മൾ കുറച്ച് നേരം നിന്ന് സോട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ ആ പേസ്റ്റ് നല്ല രീതിക്ക് വെന്ത് ആ വിനെഗർ ആ പച്ചമണമൊക്കെ ഫുൾ മാറി കേട്ടോ. പച്ചമണമൊക്കെ മാറി. ഇപ്പം ആ സ്മെല്ലടിക്കുമ്പോൾ ആ വിനെഗറിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ചെറിയൊരു കുത്തലും ആ ഒരു പരിവാണിപ്പോൾ ഉള്ളത്. അതേപോലെ ആദ്യം നമ്മൾ പേസ്റ്റ് ഇട്ട സമയത്ത് ഉണ്ടായിരുന്ന കളറല്ല ഇപ്പം. കളറൊക്കെ മാറി നല്ല രീതിയിൽ കുക്കായി വന്നു. ഇനിയും വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ബീഫ് ഇടാൻ വേണ്ടി പോവുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 kg ബീഫാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഞാൻ ബീഫ് ഇട്ടു. ഇനി നമ്മുടെ ആ മസാല ഉണ്ടല്ലോ, ആ മസാലയും ബീഫും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. നല്ലോണം ആ മസാലയൊക്കെ ആ ബീഫിലേക്ക് അങ്ങ് കയറി പിടിക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ആ ഒരു നമ്മൾ ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ആ മസാലേൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് പിടിച്ച് വരണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം ബീഫ് നല്ല രീതിക്ക് ഞാൻ നല്ല മിക്സ് ചെയ്തെടുത്തു. നമ്മളെ മസാലയൊക്കെ ഫുൾ കോട്ടിങ് നല്ലൊരു കോട്ടിങ്ങൊക്കെ വന്ന് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. ആ ബീഫ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിക്കാം. നിങ്ങൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. എത്ര ബീഫാണോ എടുക്കുന്നത് അതൊന്ന് വെന്ത് കിട്ടാനുള്ള ഒരു പാകത്തിനുള്ളൊരു വെള്ളം അത്രയും മതി. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. എരിവ് പോരാന്നാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇനി ഞാനിത് കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന്
മൂടി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കർ ആയതുകൊണ്ട് വേഗം സാധനം റെഡിയാവും. അപ്പം ഞാനിത് അടച്ച് വെച്ച് ഒരു 2 വിസിലൊക്കെ അടുപ്പിച്ച്, അല്ലെങ്കിൽ 2 or 3 വിസിലോ അടുപ്പിച്ചോ, ആ ഒരു നമ്മുടെ ബീഫ് എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ടും അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 or 3 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് എന്തായാലും റെഡി. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് മൂടി വെച്ച് കുറച്ച് ഒരു 2 വിസിൽ അടുപ്പിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഇവിടെ സമയമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ആയതുകൊണ്ടാണ് നമ്മളിവിടെ പ്രഷർ കുക്കറിൽ ഒരു 2-3 വിസിൽ അടുപ്പിച്ചത്. ഇപ്പോൾ വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ഉരുളിയൊക്കെ എടുത്ത് അതിനകത്ത് ബീഫൊക്കെ ഇട്ട് നന്നായി വരട്ടി ആ സമയം എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വിസിലൊക്കെ അടിച്ചു, പ്രഷറൊക്കെ പോയി. അപ്പോൾ നമുക്ക് ഇന്ന് തുറന്നു നോക്കാം എന്താ അവസ്ഥ എന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ വിനെഗറിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ. കുറച്ച് വെള്ളം ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കുറുക്കിയെടുക്കാം വേഗം. ഈ സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ സെറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ എരിവിന് ആവശ്യമുണ്ടെന്നാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇവിടെ ഇനിയിപ്പം എനിക്കിനി 2 സാധനങ്ങൾ കൂടെ ഇടാനുണ്ട്. കറിവേപ്പില. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടുവാണേ. ഇനി വേറൊരു സാധനം ഇടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാല. ഞാൻ നേരത്തെ ഇട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മേളിൽ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഗരം മസാല ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല. ഒരു ടീസ്പൂൺ മതി കേട്ടോ. ഇപ്പോൾ വീട്ടിലൊക്കെ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്ന ഗരം മസാലയൊക്കെ ആണെന്നാണെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാട്ടോ. പക്ഷെ എന്നാലും ടേസ്റ്റ് കുറവൊന്നുമില്ല. പക്ഷെ വീട്ടിൽ നിന്നാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെമി ഗ്രേവി. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബീഫ് വിന്താലു എന്ന് പറയുന്നത് ഏകദേശം ഒരു അച്ചാറൊക്കെ പോലെയാണ്. അപ്പം നമുക്കൊന്ന് കുറച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ല കുറച്ചൊരു സെമി ഗ്രേവി പരുവത്തിലാകുന്നതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഡിഷാണ്. അപ്പം അങ്ങനെ നമ്മുടെ ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം.